ഏവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയറും ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, സോ ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 100 to million വരെ ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാമെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 0 തൊട്ട് 100 വരെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വീഡിയോസും അതായത് 0 അതായത് 0 to 100 വരെയും 100ന്റെ റിമൈനിങ് പോർഷൻ ഇന്ന് നമ്മൾ എടുക്കുന്നത് മില്യൺ വരെ. ഓക്കെ, ഏകദേശം ഒരു 20 അല്ലെങ്കിൽ 40 മിനിറ്റ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് 40 മിനിറ്റ്സ് ഉള്ള ടോട്ടൽ ഈ വീഡിയോസ്. ഇത് 2-3 പ്രാവശ്യം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്പേഴ്സ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പഠനത്തിന് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ German Language Foundation course just for ₹499. Course duration daily 90 minutes and in 10 sections. Course contents: alphabets, numbers 0 to 100 million, how to introduce oneself, countries and languages in German language, German for day-to-day usages such as greetings, months, objects, foods, etc. ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു 100 എന്താണെന്ന് പറഞ്ഞ 100. എന്താണ് 100? 100 മീൻസ് 100. ഇനി 105 അതായത് 105. 5 എങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും? 105. 105. ഓക്കെ, ഇനി 150. 150ക്ക് നമ്മൾ പറയുന്നത് 150. 150 എന്ന് പറയുമ്പോൾ 100 + 50. അപ്പോൾ എങ്ങനെ വായിക്കാൻ പറ്റും? 150. അപ്പോൾ 100 അതുപോലെ തന്നെ 1000 ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ വായിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണോ മനസ്സിൽ വായിക്കുന്നത്. ഇപ്പം 150, 150 എങ്ങനെയാണോ നിങ്ങൾ വായിക്കുന്നത് ആ രീതിയിൽ തന്നെ ജർമ്മൻ ലാംഗ്വേജ് വായിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ 150 എന്നുള്ളത് എനിക്കിപ്പം ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ 150. 150 എന്ന് പറയുമ്പോൾ 100ന് എന്താ പറയുന്നത്? 100. 50ന് 50. 50ക്ക് നമ്മൾ പറയുന്നത് 50. സോ ഈസി ആയിട്ട് തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റും എന്താ? 150. 150 മീൻസ് 150. ഇനി 200 എന്താ പറയുന്നത്? 200. ഈസിയാണ്. 200. അതിലെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ 250 എങ്ങനെ എനിക്ക് പറയാനായിട്ട് പറ്റും? 250. 250. ഓക്കെ, അപ്പോൾ 100ന് നമ്മൾ പറയുന്നതാണ് 100. 100 മീൻസ് 100. അത് 200 ആകുമ്പോൾ 200 മീൻസ് 200 ആണ്. അപ്പോൾ 200. അതിൽ ഇടയ്ക്കുള്ളത് ഓരോന്നും നിങ്ങൾ സ്വയം അതായത് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞ അതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്കത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി 300 എന്ത് പറയാനായിട്ട് പറ്റും? 300. 350 വരുമ്പോൾ 350. ഇപ്പം 340 അല്ലെങ്കിൽ 340 എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 340. അപ്പം 100 നമ്മൾ പറയുന്നത് 100. 300 ആകുമ്പോൾ എങ്ങനെയായി മാറും? 300. ഇനി 400 ആകുമ്പോൾ 400. 500 ആകുമ്പോൾ 500. Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 Science, Humanities, Commerce with 70% marks. We offer German language A1 to B2. Admission process: travel assistance. Contact CPTE for getting nursing admissions in Germany. അതിൽ ഏതൊരു സംഖ്യ നിങ്ങൾ എടുത്തു നോക്കിയിട്ട് ആ
ആ രീതിയിൽ ഇപ്പം നമുക്ക് പറയാനായിട്ട് പറ്റും 550, 550 എന്നെനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 500 എങ്ങനെയാണോ ഞാൻ വായിക്കുന്നത്, 550ക്ക് പറയുന്നത് 50. സോ 550. സോ നിങ്ങൾ എങ്ങനെയാണോ മനസ്സിൽ വായിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഈ ടൈമിൽ നമ്മളിപ്പോൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? 100 to 500 വരെ എങ്ങനെ നമുക്ക് വായിക്കാം ജർമ്മൻ ലാംഗ്വേജിൽ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ 100ന് നമ്മൾ പറയുന്നത് 100, 200ന് 200, 300 300, അതോടൊപ്പം തന്നെ 400ന് നമ്മൾ പറയുന്നതാണ് 400, 500 500. അപ്പം 500 വരെ എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് പാർട്ടാണ്, അതായത് നെക്സ്റ്റ് റിമൈനിങ് പോർഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രത്തോളം എല്ലാവർക്കും മനസ്സിലായല്ലോ? 100 എന്താ പറയുന്നത്? 100, 200, 300, 400, 500. 500 വരെ നമ്മൾ നോക്കി. ഇപ്പൊ 100, അതായത് 100ന്റെ പോർഷൻ ഇത്രയേ വരുന്നുള്ളൂ. ഇനിയിപ്പം 600 വരുമ്പോൾ 600, 700, 600 എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. 800, 900 ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി 1000ന് നമ്മൾ എന്താണ് പറയുക? 1000ന് നമ്മൾ പറയുന്നതാണ് 1000 oder 1000. സെയിം തന്നെയാണ്, സ്പെല്ലിങ്ങിന് കുറച്ച് വ്യത്യാസം വരുന്നത്. 1000 oder 1000. 1000 means 1000. ഓക്കെ, ഇനി 1001 1001 എന്ന് എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 1001, 1003. ഈസിയാണ്. നിങ്ങളിപ്പം മുന്നോട്ട് 100 വരെ നിങ്ങൾ ബേസിക് ആയിട്ട് ക്ലിയർ ആണെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. 105 എന്ന് പറയുമ്പോൾ 1000. ഇനിയിപ്പോൾ 1100 എന്ന് എനിക്ക് പറയണമെങ്കിൽ 1100. 1100, 1000ന് പറയുന്നത് 1100, ദാറ്റ് ഈസ് 100. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് പറയണം 1210. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 1210, 1210 എന്നെനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 1200 100 എങ്ങനെ പറയാൻ പറ്റും? 1200 210. 1000ന് 1000, 210 എന്ന് പറയുമ്പോൾ 200. ഇനി 2000 എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 5000, 3000, 3000. ഇതിൽ ഓരോ നമ്പേഴ്സ് ഇടയ്ക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് പറ്റും. 3000 നമ്മൾ പറയുന്നതാണ് 3000. എന്താണ്? 3000. ഇപ്പൊ 3100 എന്നൊക്കെ പറയുമ്പോൾ 3100 എന്നെനിക്ക് പറയാം, അല്ലേ? ഇനി 10000, 10 + 1000 എനിക്ക് എങ്ങനെ പറയാം? 10ന് നമ്മൾ പറയുന്നതാണ് സെയിൻ. സോ 1000. ഇനി 12000 എന്ന് എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 12000. ഈസിയാണ്, 12000. ഇനി എനിക്ക് 20000 എന്ന് എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 20.000. 20ക്ക് പറയുന്നത് 20 ആണ്. സോ 20.000 മീൻസ് 20,000. ഇനി 1 lakh എനിക്ക് എങ്ങനെ പറയാനായിട്ട് പറ്റും? 100,000. എന്താണ്? 100,000 മീൻസ് 1 lakh. 100,000. 100,000 മീൻസ് എത്രയാണ്? 1 lakh, 1 ലക്ഷം. 2 lakh വരുമ്പോൾ 200,000. 3 ലക്ഷം വരുമ്പോൾ 300,000. 5 ലക്ഷം 500,000. ഓക്കെ, ഇനി 10 ലക്ഷത്തിന് എന്തായിരിക്കും പറയുക? മില്യോൺ. എന്താണ്? മില്യോൺ. മില്യോൺ മീൻസ് 10 ലക്ഷം. 20 എന്ന് പറയുമ്പോൾ 20 lakh എന്ന് വരുമ്പോൾ എങ്ങനെ വരും? 2 മില്യോൺ. 2 മില്യോൺ. മില്യോൺ, 2 മില്യോൺ. ഓക്കെ, സോ 1000ന് നമ്മൾ പറയുന്നതാണ് 1000, 10,000 10,000, 20,000, 20,000 എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. 12,000
അതുപോലെ തന്നെ 1 ലാഖിന് നമ്മൾ പറയുന്നതാണ് 100,000, 2 ലാഖ് വരുമ്പോൾ 500,000, 10 ലക്ഷത്തിന് നമ്മൾ പറയുന്നതാണ് മില്യൺ. ഓക്കെ, 20 ലാക്സ് എന്ന് പറയുമ്പോൾ 5 മില്യൺ. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 100 തൊട്ട് മില്യൺ വരെ എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജ് ലളിത ഭാഷയിൽ സംസാരിച്ചു എന്നാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നോട്ടേക്കാണെങ്കിലും ജർമ്മനിയിൽ പോയി താമസിക്കുക, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്ക് പഠിക്കണം, എല്ലാത്തിനും നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം പൈസയാണെങ്കിൽ പോലും എണ്ണാനായിട്ട് വി നോ ദ നമ്പേഴ്സ് അല്ലേ. നമ്പേഴ്സ് അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾ നമ്പേഴ്സ് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വണ്ണം 1-2 പ്രാവശ്യം കണ്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡ് വരെ കാണുന്നത് വരെ ബൈ, ചൂസ്, auf Wiedersehen. Become a registered nurse in Germany. German language coaching A1 to B2 level. Skill development program for the nurses interested to become a registered nurse in Germany. Skill development programs such as human anatomy in German language, German culture, society, geography and economy. Basic German laws which a nurse should know.